Hello aspirants, hope your preparations are going good. Internal security Nagaland insurgency last video internal security topic നോക്കിയിട്ടുണ്ടായിരുന്നു ആ സബ്ജക്റ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ആസാമാണ് നോക്കാൻ പോകുന്നത്. Let's go to the topic. Assam. Huge Chinese armies have been marching in the northern part of northeastern frontier agencies. അപ്പോൾ അതിന് കീ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വലിയ അല്ലെങ്കിൽ ചൈനീസ് ആർമീസ്, ഹ്യൂജ് ചൈനീസ് ആർമീസ് നോർത്തേൺ പാർട്ട് ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ ഏജൻസിയുടെ നോർത്തേൺ പാർട്ടിലായിട്ട് അവർ മാർച്ച് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് കീ ഇഷ്യൂസ്, ഫസ്റ്റ് വൺ അൺഫിൽറ്റേർഡ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഈ വേർഡിങ്സ് ഒക്കെ നമ്മൾ നോക്കിയത് കാരണം അതിൻ്റെ മീനിങ് ഒരു കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അൺഫിൽറ്റേർഡ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ. There is a massive amount of immigration of rural Banglas who have drastically altered the demographic of states like Tripura and Assam. Demographic means population structure ആണ് demographic എന്ന് പറയുന്നത്. റൂറൽ ബംഗ്ലാസ് ഒരു മാസീവ് എമൗണ്ട് ഓഫ് ഇമിഗ്രേഷൻ അവരുടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഡെമോഗ്രാഫിക് ഇല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ സ്ട്രക്ചറിനെ തന്നെ ഈ ത്രിപുര, ആസാം എന്നുള്ള സ്ഥലങ്ങളിലെ പോപ്പുലേഷൻ്റെ സ്ട്രക്ചറെ തന്നെ അവർ മാറ്റിമറിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ഈസ് 1983 ഇലക്ഷൻസ്. ദ ഇമിഗ്രേഷൻ ഇഷ്യൂ initially came to the turn of 1983 election when Indira Gandhi refused to disenfranchise the illegal migrants. Disenfranchise പറഞ്ഞ വിലക്ക് ഏർപ്പെടുത്തുക. അപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻസിനെ വിലക്ക് ഏർപ്പെടുത്തുന്നതിന് ഇന്ദിരാഗാന്ധി അവർ വിലക്ക് ഏർപ്പെടുത്താൻ ഇന്ദിരാഗാന്ധി അവർ റെഫ്യൂസ് ചെയ്തതോടെ ഇല്ലീഗൽ മൈഗ്രൻസ് ഇങ്ങോട്ട് വരുന്നതായിട്ട് നമ്മുടെ സൈഡിലോട്ട് വരുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ മടിച്ചതോടെ അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്തതോടെ അത് 1983 ഇലക്ഷൻ തന്നെ ഒരു അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. So the immigration issue initially came to the turn of 1983 elections. The third one, geography. Assam and the northeastern in general is surrounded by countries with which India doesn't have good relationship with. അപ്പോൾ ആസാമും അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്ഥലങ്ങളും ഇൻ ജനറൽ ആയിട്ട് അവിടെ സറൗണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർ ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രീസുമായിട്ട് നമ്മളൊരു ഗുഡ് റിലേഷൻഷിപ്പിലല്ല. ഇൻ ദോസ് ലോങ് ആൻഡ് പോറസ് ബോർഡർ, അവിടെയൊക്കെ പോറസ് ബോർഡേഴ്സ് ആണ്. മെനി എക്സ്റ്റേണൽ ഇൻറ്റർഫറൻസ് കം ത്രൂ. ആ പോറസ് ബോർഡർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും എക്സ്റ്റേണൽ ഇൻറ്റർഫറൻസസ് ഒക്കെ ഉണ്ടാവും. അത് ലാൻഡ് ലോക്ക്ഡ് ആണ്. ആൻഡ് ദ ജോഗ്രഫി മേക്സ് ഇറ്റ് ഹാർഡ് ടു ട്രേഡ് വിത്ത് റെസ്റ്റ് ഓഫ് ദി ഇന്ത്യ. ഇപ്പോൾ വേറെ ഇന്ത്യയിലെ വേറെ പോർഷൻസിന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബുദ്ധിമുട്ടായിരുന്നു. നെക്സ്റ്റ് വൺ, ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ. Various Indian PMs have historically ignored the northeastern India for the most part. Not enough investment were made. അപ്പോൾ ഇതിന് മുന്നുള്ള പ്രധാനമന്ത്രിമാരും വേരിയസ് ആയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് അവർ കൂടുതൽ ഇൻട്രസ്റ്റ് ചെലുത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ലെയേഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് നോക്കാം. ആരാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. UKLF അതായത് യുണൈറ്റഡ് കൂക്കി ലിബറേഷൻ ഫ്രണ്ട്, അവർക്ക് എന്താ വേണ്ടിയിരുന്നത്? സെപ്പറേറ്റ് കൂക്കി ഹോംലാൻഡ്സ് ആണ് ആവശ്യം. കൂക്കീസ് എന്ന് പറയുന്നത് ഒരു എത്നിക് ട്രൈബ്സ് ആണ്, മോംഗ്ലോയിഡ് ഒറിജിനുള്ള. മോംഗ്ലോയിഡ് മീൻസ് ഈ ചൈനീസ് ഫേസ് ഒക്കെ മോംഗ്ലോയിഡ് ടൈപ്പാണ്. അപ്പോൾ എത്നിക് ട്രൈബ്സ് ഓഫ് മോംഗ്ലോയിഡ് ആണ് ഈ കൂക്കീസ് എന്ന് പറയുന്നത്. പിന്നെ അത് ഏത് സ്ഥലങ്ങളിലാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്? ആസാം, മിസോറാം ആൻഡ് മണിപ്പൂർ. അപ്പോൾ UKLFും KNFും. KNF മീൻസ് കൂക്കി നാഷണൽ ഫ്രണ്ട്. നെക്സ്റ്റ് NSCN-IM. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് നാഗാലാൻഡിനെ കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ NSCN എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നാഗാലാൻഡിൻ്റെ 2 വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. NSCN-IM എന്ന് വെച്ചാൽ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് വാണ്ട്സ് എ യൂണിഫൈഡ് നാഗാലാൻഡ്. അവർക്ക് ഒരു യൂണിഫൈഡ് നാഗാലാൻഡാണ് ആവശ്യം. അതുപോലെ
DFB നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രോണ്ട് ഓഫ് ബോഡോലാൻഡ്. ബോഡോ എന്ന് പറയുന്നത് ഒരു എത്നോ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ് ഓഫ് ആസാമാണ്. ആസാമിലുള്ള എത്നോ ലിംഗ്വിസ്റ്റ് പറഞ്ഞ കൾച്ചറൽ ലിംഗ്വിസ്റ്റ് എന്നും പറയാം. അതായത് കൾച്ചറും ലാംഗ്വേജും, ലിംഗ്വിസ്റ്റിക് മീൻസ് ലാംഗ്വേജ്, അവരുടേതായിട്ട് തനി, ബോഡോ എന്ന് പറയുന്ന ലാംഗ്വേജും കൂടെയാണ്. സോ ഒരു യൂണീക്ക് കൾച്ചർ ആൻഡ് ലാംഗ്വേജ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ആസാമിലാണ് ഈ ബോഡോ ഉള്ളത്. അപ്പോൾ അവർക്ക് ഒരു സെപ്പറേറ്റ് ബോഡോ ഹോംലാൻഡ് വേണം എന്നാണ് അവർ പറയുന്നത്. ഡിമ ഹൗലിംഗ് wants a sovereign state for ദിമാസ ട്രൈബ്. ദിമാസ ട്രൈബ് എന്ന് പറയുന്നത് കാച്ചർ, നാഗോൺ, കർബി അലോങ് എന്നൊക്കെയാണ് ദിമാസ ട്രൈബ് എന്ന് പറയുന്നത്. അവർക്കൊരു സോവറിൻ സ്റ്റേറ്റ് വേണം ദിമാസ ട്രൈബിന് വേണ്ടിയിട്ട്. ULFA ULFA എന്ന് പറയുന്നത് the father wants, ULF means United Liberation Front of Assam. The father wants a separate Assam. The separate Assam വേണം എന്നാണ് അവർ പറയുന്നത്. KLO Kamatpur Liberation Organization wants a separate homeland for Kamatpur tribe. അതായത് കോക്രാജ്ഹർ, പോങ്കായ്ഗോങ്, സൂബ്രി ആൻഡ് ഗോൾപാറ. ഇതാണ് കമാത്പൂർ ട്രൈബ് എന്ന് പറയുന്നത്. The political parties and mainstream Indian political parties, അവർക്ക് മെയിൻലാൻഡ്, അവർക്ക് എന്താ വേണ്ടത്? അവർക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. അവർക്ക് വേണ്ടത് ലീഗൽ ബംഗ്ലാദേശ് മൈഗ്രൻസിൻ്റെ വോട്ട്സ് ആണ് ആവശ്യം. അങ്ങനെ വോട്ട്സ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആസാം ടീ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹ്യൂജ് കറപ്ഷൻസും നടക്കും. The center has declared the entire Assam as a disturbed area under the Armed Force Special Powers Act, the AFSPA, for 3 months, citing various violent activities by insurgent groups ആയ ULFA, NDFB and other. അപ്പോൾ സെൻറ്റർ എൻറ്റയർ ആസാമിനെ ഡിസ്റ്റർബ്ഡ് ഏരിയ, അതായത് AFSPA ആക്ട് പ്രകാരം ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് 3 മാസം പ്രഖ്യാപിച്ചിരുന്നു. എന്തിന് ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലന്റ് ആക്ടിവിറ്റീസ്, ഇൻസർജന്റ് ഗ്രൂപ്പ്സായി ULFA, NDFB ആൻഡ് അതർ ഗ്രൂപ്പ്സ് അവർ നടത്തുന്ന വയലന്റ് ആക്ടിവിറ്റീസ് മുൻകൊണ്ടായിരുന്നു. ഇനി ഇൻ എ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ദ ഹോം മിനിസ്ട്രി സെഡ് that the entire Assam, besides bordering areas of Meghalaya, have been declared disturbed under the AFSPA for 3 months with effect from May 3, 2017. അപ്പോൾ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഹോം മിനിസ്ട്രി പറഞ്ഞു ഈ മേഘാലയ ബോർഡറിംഗ് ഏരിയാസ് അത് ഒഴികെ എൻറ്റയർ ആസാം ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചു. AFSPA ആക്ട് പ്രകാരം 3 മാസത്തേക്കായിരുന്നു. അത് May 3 May 2017 തൊട്ട് 3 മാസത്തേക്കായിരുന്നു. അതുപോലെ മിനിസ്ട്രി ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 70 ഇൻസിഡൻസ് ഓഫ് വയലൻസ് ആസാമിൽ ഉണ്ടായിരുന്നു ഇൻ 2016. അതിൽ 33 ജനങ്ങളായിരുന്നു. അതിൽ 4 സെക്യൂരിറ്റി പേഴ്സണൽസ് മരിച്ചുപോയി. അതുപോലെ 14 അതർ വർ അബ്ഡക്റ്റഡ് മീൻസ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ 9 വയലന്റ് ഇൻസിഡൻസ് ആ സ്റ്റേറ്റിൽ നടന്നു. അതിൽ 4 പീപ്പിൾ ഇൻക്ലൂഡിങ് 2 സെക്യൂരിറ്റി പേഴ്സണൽ വന്ന് 2017 മരണപ്പെട്ടു. ദ വയലൻസ് വർ പെർപെട്രേറ്റഡ് മീൻസ് കുറ്റകൃത്യം. ഈ കുറ്റകൃത്യം ആരൊക്കെയാണ് ചെയ്തത്? ഇൻസർജന്റ് ഗ്രൂപ്പ്സ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഇൻസർജന്റ് ഗ്രൂപ്പ്സ് ആയി ULFA, NDFB അങ്ങനെ 3 ഗ്രൂപ്പ്സ് നമ്മൾ നോക്കുന്നുണ്ട്. 3 ഗ്രൂപ്പ്സ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ AFSPA ഹാസ് ബീൻ കണ്ടിന്യൂയിങ് ഇൻ ആസാം സിൻസ് November 1990 നവംബർ തൊട്ട് ആസാമിൽ AFSPA കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അനദർ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ദ മിനിസ്ട്രി ഡിക്ലെയർ ചെയ്തു, അരുണാചൽ പ്രദേശ് 3 ഡിസ്ട്രിക്ട്സിന് ഡിക്ലെയർ ചെയ്തു. അതായത് തിറാവ്, ചാംഗ്ലാങ് ആൻഡ് ലോങ്ഡിങ് besides area falling under 16 police stations bordering Assam as disturbed area under the AFSPA for 3 more months. 3 മാസത്തേക്ക് കൂടെ ഈ ആസാമിലുള്ള ഈ ഡിസ്ട്രിക്റ്റ് ഡിസൈഡ് ചെയ്യുന്ന ഏരിയയും, അതായത് ഈ 16 പോലീസ് സ്റ്റേഷന് താഴെയാണ്, ഈ ആസാം ബോർഡർ ചെയ്യുന്ന 16 പോലീസ് സ്റ്റേഷന് താഴെയാണ് വരുന്നത്. അതും നമ്മൾ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് 3 മാസത്തേക്ക് പ്രഖ്യാപിച്ചിരുന്നു. ദ ഹോം മിനിസ്ട്രി സൈറ്റഡ് ദ കണ്ടിന്യൂയിങ് വയലൻസ് പെർപെട്രേറ്റഡ് ബൈ. അപ്പോൾ ഹോം മിനിസ്ട്രി പറഞ്ഞു ഈ കണ്ടിന്യൂയിങ്
തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ വയലൻസ് ഇല്ലെങ്കിൽ ഈ വയലൻസ് കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് NSCN-IM-ഉം NSCN-K-യും ULFA NDFB പിന്നെ വേറെ ഗ്രൂപ്പ്സ് NSCN-IM-ഉം NSCN-K-യും നാഗാലാൻഡ് ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നാഗാലാൻഡ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെ ULFA NDFB വേറെ ഗ്രൂപ്പ്സുമാണ്. മേജർ റീസൺ ഫോർ എൻഫോഴ്സിങ് ഇവർ കാരണമാണ് ഈ AFSPA 3 മാസത്തേക്ക് May 4 ബിയോണ്ട് May 4 3 മാസത്തേക്ക് നമ്മൾ AFSPA എൻഫോഴ്സ് ചെയ്യാനുള്ള കാരണം. AFSPA has been under force in 3 Arunachal Pradesh districts since January 2016. January 2016 തൊട്ട് AFSPA ഈ നേരത്തെ പറഞ്ഞ 3 അരുണാചൽ പ്രദേശ് ഡിസ്ട്രിക്ട്സിൽ അവരുടെ അണ്ടറിലായിരുന്നു since January 2016. So again, the AFSPA has been under force in the 3 Arunachal Pradesh districts since January 2016. ഇനി 3 ഗ്രൂപ്പ്സ് ഉണ്ട്, നിങ്ങൾക്ക് നോട്ട്സ് കാണാം. ULFA and other groups like NDFB and KLNF. അത് ആ ഒരു 3 ഗ്രൂപ്പ്സ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ആസാമിൻ്റെ ഇൻസർജൻസി തീരും. നെക്സ്റ്റ് മണിപ്പൂർ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ വേറെ വീഡിയോയിൽ നോക്കും. ഓക്കെ, ഇത്രയുമാണ് ആസാമിൻ്റെ കുറിച്ച്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.